അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിലെത്തുമ്പോൾ ഈ വർഷം ഒരു പുതുമ കൂടിയുണ്ട്. ഒരു നല്ലൊരു മംഗളകാര്യം കൂടി നടക്കാൻ പോവുകയാണ്. നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ഒരു പുതിയ വീട്. പുതിയ വീടിന്റെ പാലുകാച്ചൊക്കെ എന്തായാലും നമുക്ക് കാണാൻ സാധിക്കും. ഈ പുതിയ മത്സരാർത്ഥികളൊക്കെ കേറുമ്പോൾ ഒരു പാലുകാച്ച് തന്നെ സംഭവിക്കും. പക്ഷേ ഈ പുതിയ വീട് വാഴക്കൃഷി തുടങ്ങാനൊന്നും ആയിരിക്കല്ലേ. അതാണ് എല്ലാവർക്കും പറയാനുള്ളത്. പിന്നെ ഞാൻ എന്നാലും കുറച്ച് പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, ബിഗ് ബോസിന്റെ ഈ ഒരു പ്രൊമോ വീഡിയോ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ വോയിസ് ചേഞ്ച് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. ഒരാൾക്ക് പോലും അത് മനസ്സിലായില്ല. ശബ്ദം മാറിയില്ലേ? നിങ്ങൾക്ക് തോന്നിയില്ലേ? ഞാനത് ഒരുപാട് തവണ കേട്ട് നോക്കി. എന്നിട്ട് പഴയ ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് പഴയ സീസണിലെ ബിഗ് ബോസിന്റെ വോയിസ് എടുത്ത് നോക്കി. എനിക്ക് എന്തോ ഒരു ചെറിയ ഒരു മിസ്മാച്ച് ഫീൽ ഉണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്കിപ്പം ശബ്ദം മാറുകയാണെങ്കിലും ആ പഴയ വോയിസുമായിട്ട് കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ടെക്നോളജീസ് ഉണ്ട്. അങ്ങനെ എന്തോ ടെക്നോളജി വെച്ചിട്ട് ഇത് സിമിലർ ആക്കിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒരാൾക്കും അത് മനസ്സിലായിട്ടില്ല. ഞാൻ കമന്റ് ബോക്സിൽ നോക്കി, എല്ലാവരും ബിഗ് ബോസിന്റെ വോയിസ് മാറിയിട്ടില്ല എന്ന് വരെ കമന്റ് തന്നിട്ടുണ്ട്. പക്ഷെ ഒരു ചെറിയൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇപ്പോൾ വന്ന പ്രൊമോയിലെ വോയിസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷെ മുമ്പത്തേന്ന് പറയുമ്പോൾ കുറേ കൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു ഗാംഭീര്യം ഫീൽ ചെയ്യുന്ന ഒരു വോയിസ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. ഏതായാലും ശരി, അതിനെക്കുറിച്ചുള്ളത് മേ ബി അത് എൻ്റെ മാത്രം തോന്നലായിരിക്കും. എൻ്റെ ചെവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും. ഏതായാലും ശരി, എൻ്റെ എനിക്കൊരു കൺഫ്യൂഷൻ തോന്നി. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റിൽ അത് പറയുക. പിന്നെ ഇന്നത്തെ പ്രൊമോയുടെ ഒരു പുതിയ വിശേഷമുണ്ട്. അതുപോലെ തന്നെ ഇത്രയും വലിയ കൊട്ടാരത്തിൽ 25 പേര് വരാനുണ്ട്. അതിനി വൈൽഡ് കാർഡ് ആണോ അതോ കോമണേഴ്സ് വേഴ്സസ് സെലിബ്രിറ്റി ആണോ? കാണാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡിനെ കാണുന്നതെങ്കിൽ, പരിചയപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. അപ്പോൾ വന്നിരിക്കുന്ന പ്രൊമോ വീഡിയോയുടെ ആദ്യം തന്നെ ലാലേട്ടൻ നല്ല സുഖിപ്പിച്ചുകൊണ്ട്, നല്ല പതപ്പിച്ചുകൊണ്ട്, ലാലേട്ടൻ്റെ ആ സുഖിപ്പിക്കൽ പതപ്പിക്കൽ ഡയലോഗുകളും വോയിസും ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പഴയ ലാലേട്ടൻ്റെ ഒരു വോയിസ് ഫീൽ എനിക്ക് കിട്ടി. ആ ഒരു ശബ്ദത്തിൽ ബിഗ് ബോസേ നോക്ക് എന്ന ഒരു ഫീൽ, അയ്യോ ഇതുപോലൊന്നും അല്ല. എന്തായാലും ലാലേട്ടൻ ബിഗ് ബോസിനോട് പറയുന്നത് നമുക്കൊരു പുതിയ വീട് വേണം, വാടക വീട് മടുത്തു. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, തമിഴ് ബിഗ് ബോസും മലയാളം ബിഗ് ബോസും എല്ലാം നടക്കുന്നത് ചെന്നൈയിലെ ഒരൊറ്റ ഹൗസിലാണ്. ഈവൻ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിൽ പോലും ഇത്തരത്തിലുള്ള ഒരു വീട് മാറ്റത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പുതിയൊരു വീട് പണിയുന്നതിനെ കുറിച്ചോ ഒന്നും വലിയൊരു വാർത്തയൊന്നും വന്നിട്ടില്ലായിരുന്നു. അതും ഈ സീസണിൽ പുതിയ വീട്ടിലേക്ക് മാറും ഒരു തരത്തിലുള്ള ക്ലൂവും അവർ തന്നിട്ടില്ല. ഇതുകൊണ്ടാണ് ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത്, ബിഗ് ബോസ് എന്ന് പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്നല്ല, ഇതിനു മുമ്പുള്ള എല്ലാ ബിഗ് ബോസും മലയാളത്തിൽ എന്നല്ല എല്ലാ ലാംഗ്വേജിലും ഭയങ്കര കോൺഫിഡൻഷ്യലാണ്. ഓക്കെ, അപ്പം നമുക്ക് ഡയറക്റ്റ്ലി പ്രൊമോയിലേക്ക് വരികയാണെങ്കിൽ, നല്ലൊരു സാൻഡ് ആർട്ടിൽ ഇതിനു മുമ്പൊന്നും ഇത്തരത്തിൽ എഫേർട്ട് എടുത്ത് നല്ലൊരു പ്രൊമോ ഒന്നും നമുക്ക് തന്നിട്ടില്ല. ഒരു നല്ലൊരു ആർട്ടിസ്റ്റിനെ വെച്ച് ഒരു സാൻഡ് ആർട്ടിലാണ് ഈ പറഞ്ഞ പ്രൊമോ ഉടനീളം പോകുന്നത്. ബട്ട് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ബിഗ് ബോസ് ആൻഡ് മോഹൻലാൽ അതവിടെ ഉണ്ട്. അതിൽ ലാലേട്ടൻ ചോദിക്കുമ്പോൾ അപ്പോൾ ആയിട്ട് നമ്മുടെ ബിഗ് ബോസ് മറുപടി പറയുന്നുണ്ട്. അതായത് വലിയ കൊട്ടാരം തീർച്ചയായിട്ടും വേണം. പിന്നെ അതിൽ ഓരോ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. അതായത് ഒരു വലിയ പുൽത്തകിടിയൊക്കെ വേണം. എന്തിനാ? ഇവർക്ക് എല്ലാവർക്കും സൊറ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ഉറപ്പായിട്ടും വേണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര കൺജസ്റ്റഡ് ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ മൂലയ്ക്ക് പോയി സെറ്റ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങുന്ന കുറേ എണ്ണം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പുറത്തോട്ട് വരും. അപ്പോൾ സേഫ് ഗെയിം ഇല്ല എന്നുള്ളതിൻ്റെ ഒരു കാര്യം ഈ പറയുന്ന പുൽത്തകിടിയായിരിക്കും. ഇനി അടുത്തതായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, നല്ല വിശാലമായിട്ടുള്ള ഒരു അടുക്കളയുടെ കാര്യം പറയുന്നുണ്ട്. അത് മസ്റ്റായിട്ട് വേണം. കാരണം കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കാണുമ്പം ഈ കുറച്ച് പേര് ആ അടുക്കളയ്ക്കകത്ത് പാചകം ചെയ്യുന്ന കുറേ സീൻസ് കാണിക്കും. കൺജസ്റ്റഡ് ആയിട്ട് നിന്ന് അതെടുത്ത് ഇതെടുത്ത്, അപ്പോൾ അവിടെ കിടന്ന് അടി ഉണ്ടാക്കുന്നതൊന്നും വേണ്ട. പിന്നെ കട്ട് തിന്നുന്നവർക്കൊക്കെ സുഖമായിട്ട് കട്ട് തിന്നാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജൊക്കെ ഉണ്ട്, AC ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്. അത് ഓഫ് കോഴ്സ് മറ്റ് സീസണിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് മലയാളം സീസണിലല്ലാതെ വേറെ സീസണിലൊക്കെ ഈ വാഷിംഗ് മെഷീൻ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുണ്ട്. പിന്നെ നല്ല ഒരു ഗസ്റ്റ് റൂം വേണം. അതായത് വിരുന്നായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്കൊക്കെ ഇരിക്കാൻ. ഓഫ് കോഴ്സ് നമ്മുടെ ബിഗ് ബോസിലേക്ക് വേറെ ആരെയും കേറ്റില്ല എന്നില്ല. കാരണം ഈ പറയുന്ന മത്സരാർത്ഥികളുടെ ഫാമിലിയൊക്കെ വരുമ്പോൾ അതൊരു വലിയ മൊമെൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ. കാരണം കുറേ ദിവസം യുവത്വങ്ങൾ പരസ്പരം കാണാതിരുന്നിട്ട് ഇവർ വരുന്ന ഒരു ഗസ്റ്റ് വരുന്ന ഒരു ഫീൽ ഉണ്ട്. ഓരോരുത്തരുടെയും രക്ഷകർത്താക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, പ്രണയമായിക്കോട്ടെ, ഹസ്ബൻഡ് ആയിട്ട് ആരായാലും ശരി. അപ്പോൾ അവർക്കൊക്കെ വന്നിരിക്കാൻ പാകത്തിന് നല്ല വിശാലമായിട്ടുള്ള ഒരു സ്വീകരണ മുറി തന്നെ വേണം എന്ന് പറയുന്നുണ്ട്. അതും ബിഗ് ബോസ് സമ്മതിക്കുന്നുണ്ട്. പിന്നെ വലിയ ഒരു ഡൈനിങ് ടേബിളിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോഴായിരിക്കും മിക്കവാറും ഈ എല്ലാം ഒന്നിച്ചിടന്ന് അലമ്പുണ്ടാക്കുന്നത്. അപ്പോൾ അതും നല്ല കാര്യമാണ്. പക്ഷെ പിന്നെ പറയുന്നത്
ഒരു വലിയ ഒരു കിടക്ക സൗകര്യം വേണം. അതായത് 25 പേരെങ്കിലും കിടക്കാൻ പാകത്തിന് സൗകര്യം വേണം. അപ്പോൾ ഉറപ്പായിട്ടും ഈ സീസണിൽ ഒരുപാട് പേര് വരാനുള്ള സാധ്യതയുണ്ട്. ആ ഒരുപാട് പേർ, അതായത് ഈ 25 പേർ എന്ന് പറയുന്നത് കൊണ്ടാണ് ഇത്തവണ സെലിബ്രിറ്റി വേഴ്സസ് കോമണർ ആണോ എന്നുള്ളൊരു ചോദ്യം വരുന്നത്. കാരണം ബിഗ് ബോസിലേക്ക് ഒരുപാട് പേർ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ സെലക്ഷനിൽ 18 പേരായിരിക്കും മിക്കവാറും വരിക. മുമ്പുള്ള എല്ലാ സീസണുകളുടെയും പാറ്റേൺ അങ്ങനെയാണ്. പിന്നെ എങ്ങനെയാണ് ഈ 22ഉം 25ഉം എത്തുന്നത് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ സീസണിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അതെന്താ അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ, ഈ വീട്ടിൽ ഉള്ള അംഗങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് നല്ല മത്സരമൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരു കോണ്ടന്റും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ആ ഹൗസിലുള്ള ഒരാളുമായിട്ട് മത്സരിക്കാൻ പാകത്തിന് അതിൻ്റെ ഒരു ഒപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവരും. അതേ കണക്കാണ് ഈ ബിഗ് ബോസിലേക്ക് ആൾക്കാർ കൂടുതൽ വരുന്നത്. പക്ഷേ ഇത്തവണ അവർ ഈ വൈൽഡ് കാർഡിനെ എക്സ്പെക്ട് ചെയ്യുന്നതിലുപരി എനിക്ക് തോന്നുന്നു തുടക്കം തന്നെ നല്ല കുറേയധികം കോണ്ടസ്റ്റൻസ് ഉണ്ട്. ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങളടുത്ത് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ സീസണിലാണ് ഇത്രയധികം പ്രഡിക്ഷൻസ് ഇങ്ങനെ മാറി മറിഞ്ഞു വരുന്നത്. കാരണം സീരിയൽ ആക്ടേഴ്സ് എന്തായാലും ഉണ്ടായിരിക്കും, ഒരു സിംഗർ ഉണ്ടായിരിക്കും, പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് ഇങ്ങനെ കിടക്കുകയാണ്. ഏറ്റവും കൂടുതലും ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് തട്ടി നടക്കാൻ വയ്യ. പിന്നെ അത് മാത്രമല്ല, ഈ നമുക്കൊട്ടും പരിചയമില്ലാത്ത എന്നാൽ വളരെയധികം ടാലൻറ്റഡ് ആയിട്ടുള്ള കുറേ ആക്ടേഴ്സ് ആയിക്കോട്ടെ. അത് ആക്ടേഴ്സ് എന്ന് ഞാൻ അങ്ങനെ പറയുന്നതിൻ്റെ റീസൺ, നമുക്ക് ഈ പറയുന്ന സിനിമയിൽ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്ന മുഖങ്ങൾ മാത്രമേ അറിയൂ. ക്യാമറയുടെ പിന്നിലുള്ള ആൾക്കാരെയും ഒക്കെ ബിഗ് ബോസ് അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ഷണിച്ചതായിട്ട് എനിക്കറിയാം, പക്ഷെ അവരാരൊക്കെ വരും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത എന്നാൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള പല ആർട്ടിൻ്റെയും പിന്നിലുള്ളവരായിരിക്കും അവർ. അത്തരത്തിലൊക്കെ ആൾക്കാരുണ്ട്. പിന്നെ കോമണേഴ്സിന് ഒരു വലിയ എൻട്രിയാണ് ഇത്തവണ കൊടുത്തിരിക്കുന്നത്. ഷുവറായിട്ടും ഒരു 2 or 3 പേരെ എടുക്കാനായിരിക്കില്ല, അതും ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ടായിരിക്കും. പിന്നെ ഈ പറഞ്ഞ കോമണേഴ്സിൽ അവരെന്തായാലും ഒരു ക്യാരക്ടർ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കും. അത് സെലിബ്രിറ്റിക്ക് മിസ്മാച്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതായത് ഒരു സെലിബ്രിറ്റി, ആ സെലിബ്രിറ്റിയുടെ ക്യാരക്ടർ ഇന്നതാണ്, അപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുന്ന തരത്തിൽ ഒരു കോമണറിനെ അവർ കണ്ടുവച്ചിട്ട് അങ്ങനെ തന്നെയായിരിക്കും പെയർ ചെയ്യുന്നത്. മിസ്മാച്ച് ചെയ്യുന്നവരെ തമ്മിൽ പെയർ ചെയ്തിടും. അപ്പോൾ അത്തരത്തിലായിരിക്കാം ഈ പറഞ്ഞ സെലിബ്രിറ്റി വേഴ്സസ് കോമണേഴ്സ് ഒക്കെ സംഭവിക്കാൻ ചാൻസ് ഉള്ളത്. ഏതായാലും ശരി, ഈ 25 പേരെ നമുക്ക് തുടക്കം തന്നെ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. കാരണം 25 പേർക്കുള്ളൊരു ബെഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ എപ്പിസോഡ്സിലും എലിമിനേറ്റ് ചെയ്ത് പോകുമ്പോഴല്ലേ എന്തായാലും വൈൽഡ് കാർഡ് വരുത്തുള്ളൂ. അപ്പോൾ മാക്സിമം കപ്പാസിറ്റി ഓഫ് ബെഡ് എന്ന് പറയുന്നത് 25 ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി വീടിൻ്റെ കഥ തീരുന്നില്ല. ഈ പറയുന്ന കൊട്ടാരത്തിനകത്ത് ലാലേട്ടൻ ഇത്രയൊക്കെ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ബിഗ് ബോസ് അഡീഷണൽ ആയിട്ട് കുറച്ചധികം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഒരു കുമ്പസാരക്കൂടാണ്. ഈ കുമ്പസാരക്കൂട് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് വലുതാക്കണം. കാരണം ഒരാൾക്ക് കുമ്പസരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്താൾക്ക് കുമ്പസരിക്കാൻ മുട്ടുന്നൊരു സിറ്റുവേഷൻ എന്തായാലും ബിഗ് ബോസിൽ ഉണ്ടാകും. ഏതായാലും കുമ്പസാരത്തിൻ്റെ കാര്യം ബിഗ് ബോസ് പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, ആയിക്കോട്ടെ, ഇതെന്തായാലും നിങ്ങൾ കളിയാക്കരുത് പ്ലീസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ബിഗ് ബോസിൽ കുമ്പസാരക്കൂടും കൂടി പറഞ്ഞ് അത് ബിഗ് ബോസ് ആണ് പറഞ്ഞു വെക്കുന്നത്. കാരണം ലാലേട്ടൻ ഈ പറഞ്ഞ കുമ്പസാരം ഒന്നും കേൾക്കണ്ട, ബിഗ് ബോസിനാണല്ലോ ഇത് കേൾക്കേണ്ടത്. അപ്പോൾ ഏതായാലും കൊട്ടാരത്തിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇനി കൊട്ടാരത്തിൽ താമസിക്കാൻ ആരാണ് വരാൻ പോകുന്നത്? ഈ വീടിൻ്റെ പ്രശ്നം, ശരിക്കും പറഞ്ഞാൽ വീടിൻ്റെ പ്രശ്നത്തിനകത്തൊരു കാര്യമുണ്ട്. രേണുസുതി വീടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറേയധികം പ്രശ്നം ഉണ്ടാക്കി. ഇനി ആ വീടൊക്കെ മാറ്റി ഇനി ചെന്നൈക്ക് പോയിട്ട് നമ്മളെ ബിഗ് ബോസിൻ്റെ പുതിയ വീട്, അല്ലെങ്കിൽ വേണ്ട, ഞാൻ ചുമ്മാ ആ പാവത്തിനായിട്ട് കളിയാക്കുന്നില്ല. അപ്പോൾ ഏതായാലും ശരി, ശാരിക, പിന്നെ അതുപോലെ രേണുസുതി, രേഖ രതീഷ്, അങ്ങനെ കുറേ പേരുകൾ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ വരുന്നുണ്ട്. ഒരു വട്ടം ഇവരൊക്കെ ഉണ്ടെന്ന് ഉറപ്പിക്കും. പക്ഷേ പിന്നെ ഇവർ തന്നെ അവിടെ ഇവിടെയൊക്കെ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴത്തേക്ക് ഇവരൊന്നും ഇല്ലെന്ന് പറയും. അത് കാരണം ഞാൻ ഈ പ്രഡിക്ഷൻ കൊടുക്കുന്നത് സത്യത്തിൽ വിട്ടു. ഇനി ഞാൻ കൺഫർമേഷൻസ് വല്ലതും കിട്ടുന്ന വല്ല പേരുകളോ അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇവർ വരില്ല എന്ന് പറയുന്ന പേരുകളോ മാത്രമേ പറയുന്നുള്ളൂ. ഏതായാലും എനിക്ക് നിങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒന്നോടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ബിഗ് ബോസിൻ്റെ വോയിസ് ശരിക്കും മാറിയോ അത് നിങ്ങൾ നോക്കുക. പിന്നെ അതുപോലെ ഈ കൊട്ടാരത്തിൻ്റെ നമ്മുടെ ഒരു സ്വന്തം വീട് നമുക്ക് കിട്ടിയതുപോലെയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വെച്ചാൽ കഴിഞ്ഞ സീസണൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടെ നല്ല സ്ഥലമൊക്കെ കൊടുത്തൂടെ. പിന്നെ അതുപോലെ കുളിക്കാനും നനയ്ക്കാനും ഒക്കെ നല്ല സ്ഥലമുണ്ട്. അടുത്ത സീസണിൽ വരുന്നവരാരും ശരി കുളിക്കാതൊന്നും ഇരിക്കരുത് കേട്ടോ. അപ്പോൾ ഏതായാലും നിങ്ങൾ വീടിനെ കുറിച്ച് പറഞ്ഞ ആ ഒരു നറേഷൻ എങ്ങനെയുണ്ടായിരുന്നു, ലാലേട്ടൻ പറയുന്ന ആ ഒരു വോയിസിൽ അത് നറേറ്റ് ചെയ്യുന്നത് എങ്ങനെയുണ്ടായിരുന്നു എന്ന് എന്തായാലും കമൻറ്റ് ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മയെ പരിചയപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ടും TV ചാനൽ വിശേഷങ്ങൾക്കും ബിഗ് ബോസ് എപ്പിസോഡ് റിവ്യൂസിനും വൈറൽ കണ്ടന്റുകൾക്കുമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂടെ കൂടിക്കോ.